ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ രഹസ്യമായി മാസ്റ്റർബേറ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടു. എങ്ങനെയായിരിക്കും നിങ്ങളുടെ പ്രതികരണം? ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ പേര് മനു, ഞാനൊരു സെക്സ് തെറാപ്പിസ്റ്റാണ്. നിങ്ങളുടെ സെക്സ് ജീവിതം മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഓരോ വീഡിയോയും ചെയ്യുന്നത്. വളരെയധികം പഠിച്ചുകൊണ്ടും സമയമെടുത്തുകൊണ്ടുമാണ് ഓരോ വീഡിയോയും ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കഴിഞ്ഞ ദിവസം എനിക്കൊരു മെയിൽ വന്നു. ഒരു സ്ത്രീയാണ് മെയിൽ അയച്ചത്. കുറച്ച് മുന്നേ കോവിഡ് ടൈമിൽ നടന്ന ഒരു സംഭവം. അവർ കല്യാണം കഴിഞ്ഞ് 1 വർഷമെല്ലാം കഴിഞ്ഞു. കോവിഡ് ടൈമിൽ ഭർത്താവ് വർക്ക് ഫ്രം ഹോം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഭർത്താവ് വർക്ക് ചെയ്യാനൊരു മുറിയെല്ലാം സെറ്റ് ചെയ്തിരുന്നു. ഭാര്യ ഭർത്താവ് വർക്ക് ചെയ്യുന്ന സമയം അവരെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ ആ മുറിയിലേക്ക് അങ്ങനെ പോവാറില്ല. ഒരു ദിവസം പെട്ടെന്ന് റൂമിലേക്ക് ചെന്നപ്പോൾ ഭർത്താവ് മാസ്റ്റർബേറ്റ് ചെയ്യുന്നതാണ് കണ്ടത്. ഇവർ വന്നത് അദ്ദേഹം പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. അദ്ദേഹം ഭാര്യയെ കണ്ടതും പെട്ടെന്ന് പാൻസ് എല്ലാം ശരിയാക്കാൻ ശ്രമിച്ചു. കൂടാതെ യൂട്യൂബിൽ എന്തോ വീഡിയോയും പ്ലേ ആവുന്നുണ്ടായിരുന്നു. ഭാര്യയ്ക്ക് ഇത് പെട്ടെന്ന് കണ്ടപ്പോൾ എങ്ങനെ പ്രതികരിക്കണമെന്നറിയാതെ പെട്ടെന്ന് റൂമിലേക്ക് പോയി കരയാൻ തുടങ്ങി. ഭർത്താവ് പിന്നാലെ വന്നു, പക്ഷേ അവർ കതക് തുറന്നില്ല. ഭാര്യ വിളിക്കുന്ന ശബ്ദം കേട്ട് ഭർത്താവിൻ്റെ അമ്മയും അവിടേക്ക് വന്നു. അമ്മ ഭർത്താവിനോട് എന്താണ് കാര്യമെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞില്ല. ഭാര്യയുടെ മനസ്സിലൂടെ നിരവധി സംശയങ്ങളായിരുന്നു. തന്നെ ഇഷ്ടമല്ലാഞ്ഞിട്ടാണോ, തനിക്ക് തൃപ്തി നൽകാൻ കഴിയാഞ്ഞിട്ടാണോ, കൂടാതെ മതപരമായി വലിയ പാപം ചെയ്ത പോലെയും ആയി. ഇതെല്ലാമാണ് ആ സ്ത്രീയുടെ മനസ്സിലപ്പോൾ തോന്നിയത്. അമ്മ വന്നു, കുറെ വിളിച്ചപ്പോൾ വാതിൽ തുറന്നു. അമ്മയോട് ഈ സംഭവം ഭാര്യയ്ക്ക് പറയേണ്ടി വന്നു. അമ്മ അവളെ സമാധാനിപ്പിച്ചു, മകനെ വഴക്കും പറഞ്ഞു. പിന്നീട് ഭർത്താവ് റൂമിലേക്ക് വന്നപ്പോൾ ബൈബിൾ തൊടിയിച്ചുകൊണ്ട് ഇനി ഇങ്ങനെ ചെയ്യില്ല എന്ന് സത്യം ചെയ്യിപ്പിച്ചു. ഭർത്താവിന് ആക്ച്വലി ഈ വിഷയം വളരെ ഷെയിമായി. പക്ഷേ എന്നാലും പിന്നീട് ഇതിനെ ചൊല്ലി പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ സ്ത്രീ എൻ്റെ വീഡിയോ കാണാറുണ്ട്. അന്നവർ അങ്ങനെ പ്രതികരിക്കാൻ പാടില്ലായിരുന്നു എന്ന കുറ്റബോധമുണ്ട് എന്ന് പറഞ്ഞു. ആ സമയത്ത് എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയില്ലായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അവരെ ഞാൻ സമാധാനിപ്പിച്ചു. ഭർത്താവുമായി ഈ വിഷമങ്ങളെല്ലാം തുറന്ന് സംസാരിക്കാൻ പറഞ്ഞു. ഇതാണ് ആ സ്ത്രീക്ക് സംഭവിച്ച ചില കാര്യങ്ങൾ. നിങ്ങളാണ് ഇങ്ങനെയൊരു അവസ്ഥയിലെങ്കിലോ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? കല്യാണം കഴിഞ്ഞ ഒരു 30% ദമ്പതികളും ഇങ്ങനെയൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ടാകും. ഞാനാണ് ഈ സിറ്റുവേഷനിലെങ്കിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് പറയാം. എൻ്റെ പാർട്ട്ണർ മാസ്റ്റർബേറ്റ് ചെയ്യുന്ന മുറിയിലേക്ക് ഞാൻ അറിയാതെ ചെന്നാൽ, ഞാൻ ചെന്നത് അവൾ അറിഞ്ഞിട്ടില്ല എങ്കിൽ, അവൾ അറിയാതെ തന്നെ ഞാൻ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങും. അവൾക്ക് അവളുടേതായ ഒരു പ്രൈവസി കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി അവൾ എന്നെ കണ്ടാൽ ഞാൻ സോറി പറഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് മുറിയുടെ പുറത്തേക്ക് ഇറങ്ങും. ഞാൻ ഒരു സീനും ഉണ്ടാക്കില്ല. ഇതൊരു വലിയ കാര്യമായോ തെറ്റായോ ഞാൻ കാണുന്നില്ല. അവൾക്ക് പ്രൈവസി കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളും ഇങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മാത്രമുള്ള ഏതെങ്കിലും ഒരു സമയം ഞാൻ അവളോട് ചോദിച്ചറിയാൻ ശ്രമിക്കും. അതൊരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയല്ല. ഞാൻ ചോദിക്കുക ഇങ്ങനെയായിരിക്കും: താൻ മാസ്റ്റർബേറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടു. വുഡ് യു മൈൻഡ്, ക്യാൻ ഐ ആസ്ക് സം ക്വസ്റ്റ്യൻ അബൌട്ട് ഇറ്റ്? ഒരു പോയിന്റ്, മാസ്റ്റർബേഷൻ കോമൺ ആണ്, ഹെൽത്തിയാണ്, നോർമലാണ് എന്നുള്ള കാര്യം എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ആ കോൺവേഴ്സേഷൻ എൻ്റെ മനസ്സിലുള്ള സംശയങ്ങൾ ക്ലിയർ ചെയ്യാനായിരിക്കും. ആർക്കായാലും തൻ്റെ പാർട്ട്ണർ മാസ്റ്റർബേറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ കുറേ ക്വസ്റ്റ്യൻസും ഇൻസെക്യൂരിറ്റീസും എല്ലാം ഉണ്ടാകും. നമ്മളോടുള്ള അട്രാക്ഷൻ കുറഞ്ഞതുകൊണ്ടാകുമോ? നമ്മുടെ റിലേഷനെ ഇത് ബാധിക്കുമോ? നമ്മുടെ സെക്സ് ലൈഫിനെ ബാധിക്കുമോ? കുറേ ചോദ്യങ്ങൾ മനസ്സിൽ തോന്നും. ആ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് തോന്നുന്ന ഫീലിങ്സ് അനലൈസ് ചെയ്യുക. നിങ്ങൾക്ക് ഇൻസെക്യൂരിറ്റി ആണോ, പേടിയാണോ, വറീസ് ആണോ? അതോ ചിലപ്പോൾ നമ്മൾ അട്രാക്റ്റീവ് അല്ലാത്തത് കൊണ്ടാണോ? റിലേഷൻഷിപ്പ് തന്നെ ചോദ്യചിഹ്നമാകുമോ? അതോ വേറെന്തെങ്കിലും ആയിക്കോട്ടെ. ചിലപ്പോൾ നമ്മുടെ ചിന്ത ഇനിയുള്ള സെക്സ് ലൈഫ് എങ്ങനെയായിരിക്കുമെന്നായിരിക്കും. ഓരോരുത്തർക്കുമുള്ള ഫീലിങ്സ്, ക്വസ്റ്റ്യൻസ് എല്ലാം വ്യത്യാസമായിരിക്കും. നമ്മുടെ മനസ്സിലുള്ള ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വാലിഡാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊന്നും ഇഗ്നോർ ചെയ്യേണ്ട, ഫീലിങ്സ് ഒന്നും സപ്രസ് ചെയ്യേണ്ട. അവനോട് വളരെ സമാധാനത്തോടെ ഇതെല്ലാം ചോദിച്ച് ക്ലാരിഫൈ ചെയ്യുക. ഒരു കാര്യം മറക്കേണ്ട, മാസ്റ്റർബേഷൻ റിലേഷൻഷിപ്പിന് ഹെൽത്തിയാണ്, കൂടാതെ അത് കോമൺ ആണ് എന്ന് മനസ്സിലാക്കുക. മാസ്റ്റർബേറ്റ് ചെയ്തു എന്ന് വിചാരിച്ച് നിങ്ങൾ വലിയ ട്രബിളിലാണ് എന്നൊന്നും വിചാരിക്കേണ്ട. പാർട്ട്ണർ ഇനി നിങ്ങളുമായി സെക്സ് ചെയ്യില്ല എന്നും കരുതണ്ട. പാർട്ട്ണറുമായുള്ള കോൺവെർസേഷനിൽ ഈ കാര്യത്തിലെല്ലാം ഒരു ക്ലാരിറ്റി വരുത്തുക. ടിപ്പിക്കലി മാസ്റ്റർബേഷൻ ഈസ് എ വേ ടു റിലീസ് ടെൻഷൻ ഇൻ ദ ബോഡി. അതല്ലെങ്കിൽ ഹോണിനെസ് മാറ്റാൻ. ലിബിഡോ നമ്മളെക്കാൾ ഹയ്യർ ആയവരിൽ ആഗ്രഹം ശമിപ്പിക്കാൻ മാസ്റ്റർബേഷൻ ചിലപ്പോൾ വേണ്ടിവരും. അത് ഹെൽത്തിയാണ്. ഇത് റിലാക്സേഷൻ തരും, തൻ്റെ ബോഡിയെ അറിയാൻ സഹായിക്കും. ഒരു ഫീൽ ഗുഡ് അനുഭവമാണ് തരിക. മാസ്റ്റർബേഷൻ കൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷണൽ ഹെൽത്ത് ബെറ്റർ ആക്കും. സ്ട്രെസ്ഡും ടയർഡും എല്ലാം ആയിരിക്കുമ്പോൾ ഓർഗാസം നല്ലൊരു ഫീൽ തരും. പാർട്ട്നേഴ്സ് രണ്ടുപേരും മാസ്റ്റർബേറ്റ് ചെയ്യണം. റിലേഷൻഷിപ്പിലുള്ള പാർട്ട്നേഴ്സ് മാസ്റ്റർബേറ്റ് ചെയ്യരുത് എന്നാണ് നമ്മളെല്ലാം വിചാരിക്കുന്നത്, അല്ലെങ്കിൽ സൊസൈറ്റി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്.
പാർട്ട്നേഴ്സ് മാസ്റ്റർബേറ്റ് ചെയ്യുന്നത് അവരുടെ സെക്ഷുവൽ റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ആക്കും. അവർക്ക് കൂടുതൽ സെക്ഷുവൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കും. ഈ സോളോ ടച്ച് നിങ്ങളുടെ ശരീരത്തിലെ എറോഗനസ് സോൺസ് മനസ്സിലാക്കാൻ സഹായിക്കും. നിങ്ങളുടെ പ്രിഫറൻസും നീഡ്സും ഡിസൈഴ്സും എല്ലാം മനസ്സിലാക്കാൻ സഹായിക്കും. ഈ നോളജ് പാർട്ട്നേഴ്സ് സെക്സിൽ ഗുണം ചെയ്യും. ലോവർ ലിബിഡോ താല്പര്യക്കുറവുള്ള ആളുകളിൽ മാസ്റ്റർബേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത് ലിബിഡോ ലെവൽ ബൂസ്റ്റ് ചെയ്യിക്കും. മാസ്റ്റർബേഷൻ ചെയ്യാൻ പറ്റാത്ത ഒരു മെയിൻ കാര്യം ചില മതപരമായ നിർദ്ദേശങ്ങൾ കൊണ്ടാണ്. അതല്ലെങ്കിൽ മുൻപ് സംഭവിച്ചിട്ടുള്ള എന്തെങ്കിലും സെക്ഷുവൽ റിപ്രഷൻസ്, അതല്ലെങ്കിൽ ഷെയിം കൊണ്ടാവാം. ഇതെല്ലാം മനസ്സിലുണ്ടാകുമ്പോൾ മാസ്റ്റർബേഷൻ ഒരു പാപമാണെന്ന് വിചാരിക്കും. ഈ ചിന്താഗതികൾ നമ്മൾ മാറ്റണം. പുരോഹിതന്മാർ പറയുന്നത് കേൾക്കാതെ നിങ്ങൾ തന്നെ ഒന്ന് റിസർച്ച് ചെയ്യൂ. ഒരു മതത്തിലും മാസ്റ്റർബേഷൻ പാപമാണെന്ന് പറയുന്നില്ല. ഇത് വളരെ ഹെൽത്തിയാണ്. അതാണ് ഡോക്ടേഴ്സും സെക്സോളജിസ്റ്റും തെറാപ്പിസ്റ്റും എല്ലാം മാസ്റ്റർബേഷൻ റെക്കമെൻഡ് ചെയ്യുന്നത്. പ്ലീസ് ലുക്ക് ഡീപ്പ് ഇൻ ടു യുവർ സെൽഫ്. ഈ ഡിസ്കംഫർട്ട് എവിടെ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലാക്കുക. മൈൻഡ് സെറ്റ് റിവൈസ് ചെയ്യുക. മാസ്റ്റർബേഷനെക്കുറിച്ചുള്ള തെറ്റായ ചിന്തകളെ മാറ്റുക. ഒരു കാര്യം കൂടി പ്രധാനമാണ്, എങ്ങനെ മാസ്റ്റർബേറ്റ് ചെയ്യണമെന്നത്. പെട്ടെന്നുള്ള ഒരു പോൺ ഫ്യൂൾഡായ മാസ്റ്റർബേഷൻ നല്ലതല്ല. അത് ഒരു ക്വിക്കായിട്ടുള്ള അത്ര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് അല്ല തരിക. നല്ല മൈൻഡ്ഫുള്ളായി സ്ലോ ആയി ചെയ്യുക. നിങ്ങളും പാർട്ട്ണറും രണ്ടുപേരും മാസ്റ്റർബേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഡീപ്പിങ് യുവർ ബോഡി എബിലിറ്റി ടു ഫീൽ പ്ലഷർ, ടു ഫീൽ സാറ്റിസ്ഫൈഡ്. നിങ്ങൾക്ക് നല്ല ഒരു ഓർഗാസം ലഭിക്കും. നിങ്ങളുടെ ശരീരത്തെ കൂടുതൽ സുഖം ലഭിക്കാൻ അത് പാകപ്പെടുത്തും. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് രണ്ടുപേർക്കും തരിക. നിങ്ങളും മാസ്റ്റർബേറ്റ് ചെയ്യാൻ ഞാൻ എൻകറേജ് ചെയ്യുന്നു. പല ടെക്നിക്സ് ടൂൾസ് എല്ലാം യൂസ് ചെയ്ത് സോളോ പ്ലേ എക്സ്പീരിയൻസ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. തീർച്ചയായും മറുപടി തരുന്നതായിരിക്കും. വീഡിയോ അവസാനം വരെ കണ്ടതിന് നന്ദി. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായി കാണാം.